പ്രസിഡന്റ് ട്രംപ് നൽകിയ അന്ത്യശാസനം തീരാൻ 48 മണിക്കൂർ, ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും? ടെഹ്റാനെല്ലാം ആ സ്റ്റോൺ ഏജിലേക്ക്, ശിലായുഗ കാലത്തേക്ക് മടങ്ങിപ്പോകുമോ? ആ രീതിയിലേക്കെല്ലാം അടിച്ചു തകർത്ത് കളയുമോ? എന്തായാലും ഈ യുദ്ധവും മരണവും ഈ നാശനഷ്ടങ്ങളും കാണുന്നതിന് ഒരു സുഖവും തോന്നുന്നില്ല. ഇപ്പോൾ ഇതിനിടെ ഈ ടെഹ്റാനിൽ കാര്യമായിട്ടൊരു ആക്രമണം നടത്തിയെന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അതിൽ ഒട്ടേറെ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടുവെന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ 48 മണിക്കൂറുള്ള ഈ അന്ത്യശാസനം നടപ്പാക്കാൻ, അന്ത്യശാസനം അനുസരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടാകുമോ? ഇവെല്ലാം നേതാക്കളെല്ലാം കൊല്ലപ്പെടുകയാണെങ്കിൽ ആര് തീരുമാനമെടുക്കും? പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടൊരു ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അയാളുടെ ഗതി എന്താവും? അവിടെ ഉള്ള ആളുകൾ അയാളെ സമ്മതിക്കുമോ? അപ്പോൾ ആ രീതിയിലേക്ക് ഇത് രണ്ടും നമുക്ക് പൊരുത്തപ്പെടുന്നില്ല. അന്ത്യശാസനം കൊടുക്കുമ്പോൾ ആർക്കാണ് അന്ത്യശാസനം കൊടുക്കുന്നത്? ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഏതെങ്കിലും നേതാക്കൾക്ക്, ഇന്ന നേതാക്കൾ തീരുമാനം എടുക്കണം. ഇപ്പം നേതാക്കൾ എന്നിട്ട് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഈ യുദ്ധം ഇങ്ങോട്ട് ഇങ്ങനെ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വളരെ വിഷമം നമുക്ക് തോന്നുന്നു. കാരണം ആളുകൾ മരിക്കുന്നു, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഗുണം, എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിലാണ് ഈ ആക്രമണം നടത്തുക എന്ന് പറയുന്നു. അപ്പോൾ അത് തുറക്കുന്നതിന് ആരാണ് അനുമതി കൊടുക്കേണ്ടത്? അപ്പോൾ അവിടെ ഭീകരന്മാരായിട്ട് നമുക്കറിയാം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ ആ കക്ഷികൾ എവിടെയൊക്കെ ഉണ്ട്. അതിന് കുറേയൊക്കെ നേതാക്കളുമുണ്ട്. ആ നേതാക്കൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് അവർക്ക് ആയുധ സന്നാഹങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ അവർക്കത് പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു സെൻട്രലൈസ്ഡ്, ഒരു കേന്ദ്രീകൃത ശക്തിയോ കേന്ദ്രീകൃത നേതൃത്വമോ ഇല്ലാത്തൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ആ അവസ്ഥയിൽ ഈ അന്ത്യശാസനം വന്നു കഴിയുമ്പോൾ അത് പാലിക്കാൻ, അതനുസരിച്ച് ചെയ്യാനായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആർക്കാണ് കഴിയുക? പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടൊരു ചർച്ചയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഭീകരന്മാരുണ്ട്, മതഭീകരന്മാരുണ്ട്, ഇസ്ലാമിക ഭീകരന്മാർ. അതുപോലെ തന്നെ ഈ അമേരിക്കയോടും ഡെത്ത് ടു അമേരിക്ക, അല്ല ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അപ്പോൾ അവരൊന്നും ഒരുപക്ഷെ അതിന് സമ്മതിച്ചൊന്നും വരില്ല. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നാൽ അവരെ തന്നെ അപായപ്പെടുത്തുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടായിക്കൂടായുകയുമില്ല. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ അന്തരീക്ഷം ഒരു ഒന്നും മനസ്സിലാവാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നു. ഇവിടെ ഇറാനിൽ ശക്തമായൊരു ഭരണകൂടമോ ശക്തമായ ചില വ്യക്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതിന് പകരം അവർ ഈ ചൊറിയുന്ന വർത്തമാനവും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിപ്പം തുടക്കത്തിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ നോക്കൂ. ഈ ചർച്ചകളൊക്കെ എപ്പോഴും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, നമ്മളാരും അറിയുന്നില്ല. ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുരംഗത്ത് വരുന്നത് ഭീഷണികളും ഈ അലോസരപ്പെടുത്തുന്ന വാർത്തകളും വർത്തമാനങ്ങളും ഒക്കെ ആയിരിക്കും പൊതുരംഗത്ത് വരിക. അപ്പോൾ എങ്ങനെയായാലും ഇത് മൊത്തത്തിൽ നമ്മളെല്ലാം അലോസരപ്പെടുത്തുന്നു. ഇപ്പം UN സെക്രട്ടറി ജനറൽ പറഞ്ഞതും അതാണ്. ഈ മിഡിൽ ഈസ്റ്റ് വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്നു, വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു. ലോകത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഭീഷണിയാണ് ലോകരംഗത്ത്. ഈ ഹോർമൂസിലൂടെ എണ്ണ കടത്തി വിടാത്തത് മൂലം ഈ നാനാഭാഗത്തും വിലക്കയറ്റവും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത് കൂടുകയല്ലാതെ കുറയുന്നില്ല. അപ്പോൾ ആ ഹോർമൂസ് തുറക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമേരിക്കയ്ക്ക് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷേ സഖ്യരാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ലോകമെങ്ങും അമേരിക്കയോടുള്ള ഒരു വിരോധം ഉണ്ടാകുന്നതിന് കാരണമാകും. ഇത് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അമേരിക്ക മൂലമാണല്ലോ ഇത് ഈ രീതിയിൽ വന്നതെന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇറാൻ്റെ ആ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇറാന് സൽബുദ്ധി തോന്നണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. കാരണം പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയോടും ഇസ്രായേലിനോടും കൂടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയൊന്നും ഇറാനില്ല ഇപ്പോൾ. എന്തായാലും ഇറാൻ ഒരു വലിയ രാജ്യമാണ്, അവർക്ക് ശക്തികളുണ്ട്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ അമേരിക്കയും ഇസ്രായേലും കൂടി പെട്ടെന്ന് നടത്തിയ ആക്രമണത്തിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. അവരുടെ പ്രധാനപ്പെട്ട ഈ ബുദ്ധിരാക്ഷസന്മാരും ഈ കാര്യങ്ങൾ അറിയാവുന്നവരും എല്ലാം കൊല്ലപ്പെട്ടു. പിന്നെയുള്ളവർ, അവശേഷിക്കുന്നവരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ കേന്ദ്രീകൃതമായി ഒരു ചെറുത്തുനിർപ്പ് നടത്താനുള്ളൊരു കഴിവില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അവർ അംഗീകരിക്കുന്നത് ഏറ്റവും നേരത്തെ അംഗീകരിച്ചാൽ ലോകത്തിനെല്ലാം നല്ലത് തന്നെ. അവർക്കും നല്ലത്, ലോകത്തിനൊക്കെ തന്നെ നല്ലത്. ഇറാനിലെ മനുഷ്യർ കഷ്ടപ്പെടുന്നത് കാണാനായിട്ട് ആർക്കാണ് താല്പര്യം ഇരിക്കുന്നത്? നമുക്കെന്ത് താല്പര്യം ഇരിക്കുന്നത്? അവിടെ മനുഷ്യർ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നു. അവരും നമ്മളെപ്പോലുള്ള മനുഷ്യരായിരിക്കുമല്ലോ. അവിടെ എന്തായാലും
ഈ സാധാരണ മനുഷ്യൻ്റെ ദുഃഖവും വിഷമതകളും ലോകത്തിലെല്ലായിടത്തും ഒരുപോലെയാണെന്നാണ് തോന്നിയിരിക്കുന്നത്. അത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തായാലും അതെല്ലാം പിന്നെ ചെറിയ വ്യത്യാസങ്ങൾ കാണും എന്നല്ലാതെ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും അത് ഒരേപോലെയായിരിക്കും. അപ്പോൾ അത് പിന്നെ ആ സാഹചര്യത്തിൽ ഇറാൻ്റെ സാധാരണ ജനത വീണ്ടും വിഷമത അനുഭവിക്കുന്ന, ഇത്രയും കാലം ആ മതഭീകരതയുടെ കീഴിലായിരുന്നു, വീണ്ടും ഒരു പിന്നെ ശത്രുതയുടെ ആ ഭിന്നതയുടെ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഈ കരാളഹസ്തങ്ങൾ അവരുടെ നേർക്ക് നീളുന്ന ഒരവസ്ഥ. എന്തായാലും ഇതിനൊരു മാറ്റമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവരും ഒരു പിന്നെ സുബുദ്ധിയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഈ ആളുകൾ പിന്നെ ചത്തൊടുങ്ങുന്നത് കണ്ടു നിൽക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഈ ഇറാന് ഒന്നോ രണ്ടോ ബോംബുകളോ ഒന്നോ രണ്ടോ വിമാനമൊക്കെ വെടിവെച്ചിടാൻ പറ്റുമായിരിക്കും. പക്ഷേ അമേരിക്ക അതിൽ കൂടുതലുള്ള ശക്തിയുണ്ട്. ആകാശത്തിൽ കൂടി ചെന്ന് ബോംബിങ് നടത്തിക്കഴിഞ്ഞാൽ, ഈ നിരത്തി ബോംബിങ് നടത്തിക്കഴിഞ്ഞാൽ താഴെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം തകർന്നടിഞ്ഞ് പോകുന്ന സ്ഥിതി വരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവണം. ഈ മറ്റ് രാജ്യങ്ങളൊക്കെ ഇടപെട്ട്, മറ്റ് ഈ നയതന്ത്രജ്ഞരൊക്കെ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാവണം. ഈ അന്ത്യശാസനം അത് ഫലിക്കണം. അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയും വേണം, ഒരു യുദ്ധമുണ്ടാവാതെ.